മറവിരോഗം ബാധിച്ച് അച്ഛനെ നോക്കാൻ ലോങ് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ചെറുപ്പക്കാരനായ അധ്യാപകൻ. അവിടെ വീട്ടുജോലിക്ക് വരുന്നതോ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സുന്ദരിയായ നായികയും. ശേഷം അവിടെ നടക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ബിനീഷ് കളരിക്കൽ ആദ്യമായി സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ഭാഷാ റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് പഴഞ്ചൻ പ്രണയം. റോണി ഡേവിഡ് രാജ്, വിൻസി അലോഷ്യസ്, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ പെണ്ണ് കാണാൻ പോകുന്ന മോഹനെയും കൂട്ടുകാരൻ മണിയനെയുമാണ് കാണിക്കുന്നത്. ഒരുപാട് പെണ്ണ് കണ്ടിട്ടും കല്യാണം നടക്കാതെ എല്ലാം മുടങ്ങി മടുത്തിരിക്കുന്ന ആളാണ് മോഹൻ. അവന്റെ ഒരു ശീലത്തിന്റെ ഭാഗമായ പെണ്ണുകാണലുകൾക്ക് പോകുമ്പോഴാണ് താൻ എഴുതിയ കവിതകൾ ഓരോന്നും മാസികകളിൽ പ്രസിദ്ധീകരിക്കാനായി പോസ്റ്റ് ചെയ്യുന്നൊരു ശീലവും മോഹനുണ്ട്. അങ്ങനെ പെണ്ണുകാണൽ നടക്കുമെങ്കിലും മോഹന്റെ പഴഞ്ചൻ രീതികളൊന്നും അല്പം മോഡേൺ ചിന്താഗതിക്കാരിയായ പെൺകുട്ടി ജിഷയ്ക്ക് തീരെ പിടിക്കില്ല. പെൺവീട്ടുകാര് ജോലിക്കാരൻ തിരക്കുമ്പോൾ സ്കൂളിൽ മലയാളം അധ്യാപകനായിരുന്നെന്നും ഇപ്പോൾ ലോങ് ലീവ് എടുത്ത് വീട്ടിൽ അച്ഛനെ നോക്കിയിരിപ്പാണെന്നുമൊക്കെ അറിയുന്നതോടെ പെൺവീട്ടുകാര് ആ ആലോചനയിൽ നിന്ന് പിന്മാറുന്നു. കല്യാണങ്ങൾ മുടങ്ങുന്നതിന്റെ മെയിൻ കാരണം മോഹൻ ഒരു പഴഞ്ചൻ ആളാണെന്നുള്ളതായിരുന്നു. ഇങ്ങനെ പോയാൽ നിന്റെ കല്യാണം നടക്കില്ല, അതുകൊണ്ട് നീ ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റി ഒരു പെണ്ണിനെ പ്രേമിച്ചു കെട്ടാനൊക്കെ മണിയൻ മോഹനെ ഉപദേശിക്കുന്നു. അങ്ങനെയാണേൽ ഒരു കൈ നോക്കാമെന്ന് കരുതുന്ന മോഹൻ പെണ്ണ് കണ്ട പെണ്ണിന്റെ പുറകെ തന്നെ വായി നോക്കി നടക്കാൻ തുടങ്ങും. ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും പുറകെ വായി നോക്കി നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഇഷ്ടമല്ലെന്ന് അന്നേ പറഞ്ഞതല്ലേ, ഇനി എൻ്റെ പുറകെയിലെങ്ങാനും വന്നാൽ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് ജിഷയും പറയും. അത് കേട്ട് പേടിച്ചു പോകുന്ന മോഹൻ അന്നത്തോടെ ആ പരിപാടി നിർത്തും. പിന്നെ പ്രേമിച്ചു കിട്ടുന്നതൊന്നും തനിക്ക് പറ്റിയ പണിയല്ലെന്ന് മോഹന് തന്നെ മനസ്സിലാകുന്നു. ശേഷം നമ്മുടെ നായിക മായയാണ് കാണിക്കുന്നത്. ഒരു ചെറിയ തുണിക്കടയിൽ സെയിൽസ് ഗേളാണ് മായ. മോഹൻ പുറകെ നടന്ന പെൺകുട്ടി വരുന്നത് മായ നിൽക്കുന്ന കടയ്ക്ക് മുന്നിലേക്കാണ്. മായയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജിഷ. ജിഷ വരുമ്പോഴേക്കും മായ കടയിൽ നിന്നിറങ്ങി അവർ രണ്ടും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. പെണ്ണുകാണൽ എന്തായെന്ന് മായ ചോദിക്കുമ്പോൾ എനിക്കിഷ്ടായില്ല, ആളൊരു ബോറനാണ്, ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും ഇന്ന് എൻ്റെ പുറകെ ഇവിടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ജിഷ പറയുന്നു. മായ ബിജീഷ് എന്നൊരു ഗൾഫുകാരനുമായി അടുപ്പത്തിലായിരുന്നു. പുള്ളി വിളിക്കാറുണ്ടോ എന്ന് ജിഷ ചോദിക്കുമ്പോൾ വല്ലപ്പോഴും ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചാൽ ഇങ്ങോട്ട് വിളിക്കുമെന്ന് മായയും പറയും. നാട്ടിൻ പുറത്തെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു മായ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന മായയോട് നാളെ അമ്മയുടെ പിറന്നാളാണ്, നമുക്ക് അമ്മയ്ക്കൊരു സാരി വാങ്ങിക്കൊടുത്താലോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. എനിക്ക് ശമ്പളം 9,000 ഉള്ളൂവെന്ന് അച്ഛൻ അറിയില്ലേ, മാസച്ചെലവിന് പോലും അത് തികയുന്നില്ല. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, അതൊക്കെ നടത്തി തരണമെങ്കിൽ എന്നെ പഠിപ്പിക്കണമായിരുന്നെന്നൊക്കെ മായ പറയുന്നത് കേട്ട് അച്ഛനും നല്ല വിഷമം തോന്നും. സാഹചര്യങ്ങൾ കൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നതെങ്കിലും അവൾക്കും അതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അടുത്ത ദിവസം കല്യാണക്കാര്യം മണിയനുമായി മോഹൻ സംസാരിച്ചിരിക്കുന്നു. വയസ്സ് 40 കഴിഞ്ഞു, ഇനി എനിക്ക് കല്യാണത്തിന്റെ പ്രതീക്ഷയെല്ലാം പോയെന്ന് മോഹൻ പറയും. നീ ലീവ് ക്യാൻസൽ ചെയ്ത് ജോലിയിൽ കയറാൻ നോക്ക്, ബാക്കിയെല്ലാം നടന്നോളുമെന്ന് മണിയൻ പറയുമെങ്കിലും അച്ഛന്റെ അവസ്ഥ കൊണ്ടല്ലേ എന്ന് മോഹനും ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ നിർത്താൻ മണിയൻ പറയുന്നു. അത്യാവശ്യം ബ്രോക്കർ പണിയും പണിക്ക് ആളുകളെ കൊടുക്കുന്ന ഒരു സെറ്റപ്പുമൊക്കെ ഉള്ള ആളായിരുന്നു മണിയൻ. അതുകൊണ്ട് തന്നെ ജോലിക്കാരിയുടെ കാര്യം മണിയനും ഏൽക്കും. മായയുടെ അച്ഛനും മണിയനും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മോഹന്റെ വീട്ടിലേക്ക് ജോലിക്കായി മായയെ വിടാൻ മണിയൻ പറഞ്ഞ കാര്യം മായയുടെ അച്ഛൻ വന്ന് മായയോട് പറഞ്ഞു നോക്കും. മായയ്ക്ക് അതിൽ വലിയ താല്പര്യം തോന്നുന്നില്ല. കാരണം രണ്ടാണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ജോലിക്ക് പോകുന്നത് എങ്ങനെയെന്നാണ് അവൾ ചിന്തിക്കുന്നത്. ചോദിക്കുന്ന പൈസ തരും, പിന്നെ അന്വേഷിച്ചപ്പോൾ അച്ഛനും മോനും വലിയ പ്രശ്നക്കാരൊന്നുമല്ലെന്നും അച്ഛൻ പറയുന്നത് കൊണ്ട് തന്നെ മായ പോയി നോക്കാമെന്ന് കരുതുന്നു. കാരണം അവരുടെ ജീവിതം അത്ര ദാരിദ്ര്യത്തിലായിരുന്നു. മായ വരുമ്പോൾ വീടിനു മുന്നിൽ ഒരു സ്കൂട്ടർ കഴുകിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതിന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ചില നിബന്ധനകളും മായയ്ക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം അവൾ മോഹനോട് പറയുന്നു. 1. വീട്ടുജോലികൾ മാത്രമേ ഞാൻ ചെയ്യൂ. 2. വീടും പരിസരവും ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കും. 3. രാവിലെ കൃത്യം 8 മണിക്ക് വരും, വൈകിട്ട് 4 മണിക്ക് പോകും. ഇതൊക്കെയായിരുന്നു മായയുടെ നിബന്ധനകൾ. ഇതിനെല്ലാം പുറമെ ജോലി താൻ കൃത്യമായി ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ ശമ്പളവും കൃത്യമായിരിക്കണമെന്നുമൊക്കെ മായ പറയുന്നു. ശേഷം മായ അടുക്കളയിലേക്ക് ചെല്ലും. അടുക്കും ചിട്ടയുമില്ലാതെ ആകെ വൃത്തിഹീനമായി കിടക്കുന്ന അടുക്കള കാണുമ്പോൾ മായയ്ക്ക് ദേഷ്യം വരുന്നു. മോഹൻ അടുക്കളയിൽ വന്നു നിന്ന് ഓരോന്ന് അവളോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും ചേട്ടൻ അടുക്കളയിൽ നിന്നും ഒന്നും പോ, ഞാൻ ഭക്ഷണം പാകം ചെയ്തോളാമെന്ന് മായയും പറയുന്നു. മോഹന് അതത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നേരെ വന്ന് മണിയനെ വിളിച്ച് ജോലിക്ക് വന്ന പെണ്ണിന് തണ്ടിത്തിരി കൂടുതലാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ മണിയൻ, നീ അവളെ മര്യാദ പഠിപ്പിക്കാൻ പോവണ്ട, ഇതുപോലൊരാളെ കിട്ടാൻ വലിയ പാടാ, അതുകൊണ്ട് നീ മര്യാദയ്ക്കിരുന്നാൽ മതിയെന്നൊക്കെ മണിയനും പറയും.
അങ്ങനെ മണിയനോട് പറഞ്ഞതും ഏൽക്കാത്തത് കൊണ്ട് തന്നെ എന്തായാലും അവൾ ഉച്ചയ്ക്ക് വെച്ചിട്ട് വിളമ്പുമല്ലോ, അപ്പ കാണിച്ചു കൊടുക്കാമെന്ന് മോഹനും പറയുന്നു. മായ അടുക്കളയിൽ ഈ സമയം അടിപൊളിയായിട്ട് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കുന്നു. അത് കഴിക്കാൻ വന്നിരിക്കുന്ന അച്ഛനും മകനും ആ ഭക്ഷണം വായിൽ വെക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് അവരുടെ അമ്മയായിരുന്നു. അതോടെ മോഹന്റെ മനസ്സ് നിറയുന്നു, സന്തോഷവുമാകും. അച്ഛനും മകനും മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിക്കും. അച്ഛനും തൃപ്തിയോടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ മോഹനും ഒരുപാട് സന്തോഷമാകുന്നു. പിറ്റേന്ന് മായ ജോലിക്ക് വരുന്നത് ജിഷയുടെ സ്കൂട്ടറിലാണ്. അന്നും മോഹൻ പതിവ് പോലെ സ്കൂട്ടർ രാവിലെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജിഷയെയാണല്ലോ മോഹൻ പെണ്ണ് കാണാൻ പോയതും പുറകെ നടന്നതും. അതുകൊണ്ട് തന്നെ അവര് വരുന്നത് കണ്ട് മോഹൻ ബൈക്കിന് പിന്നിൽ പമ്മിയിരിക്കുന്നു. പുതിയ വീട്ടുകാരൻ എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ആളൊരു മണ്ടനാണ്, ഒരു ശല്യവുമില്ലെന്നൊക്കെ പറയുന്നു. മായയെ കൊണ്ടാക്കിയിട്ട് ജിഷ അവിടെ നിന്ന് പോകുന്നതും മോഹൻ നേരെ വന്ന് മായയോട് ഇനി മേലിൽ 2 വീലറിൽ വരരുത് എന്നൊക്കെ പറയുന്നു. ഇതെന്തു വട്ടാണെന്ന് മായയും ആലോചിക്കും. അങ്ങനെ അച്ഛനെ പരിചരിച്ച മോഹനും വീട്ടുജോലികൾ ചെയ്ത് മായയും അവിടെ കഴിയുന്നു. പിറ്റേന്നും ജിഷയോടൊപ്പം സ്കൂട്ടറിൽ വരുന്ന മായ വീട്ടിലേക്ക് കയറ്റാതെ വണ്ടി പുറത്തു തന്നെ നിർത്തി മായ തനിയെ അകത്തേക്ക് കയറുന്നു. 2 വീലറിൽ വരരുതെന്ന് പറഞ്ഞതനുസരിക്കുന്നത് കണ്ട് മോഹനും സന്തോഷമാകുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയും. ദിവസങ്ങൾ കഴിയുന്നതോടെ മോഹൻ ഒരു പാവമാണെന്ന് മായയ്ക്ക് മനസ്സിലാകുന്നു. ഇതിനിടെ കിട്ടുന്ന പൈസയിൽ നിന്ന് കുറേശ്ശെ അവൾ ഒരു ചിട്ടിക്ക് അടയ്ക്കുന്നുണ്ടായിരുന്നു. ബിജേഷുമായുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടാണ് മായ കാശ് സ്വരുക്കൂട്ടി വെക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ മോഹന്റെയും അച്ഛന്റെയും ഒപ്പം തന്നെ ഇരുന്നാണ് മായയും സാധാരണ കഴിക്കുന്നത്. ഒരിക്കൽ വീട്ടിലേക്ക് വരുന്ന മണിയന് അതിഷ്ടമാകുന്നില്ല. അടുക്കളക്കാരി അടുക്കളയിലിരുന്ന് കഴിക്കണം, അതാണ് അതിന്റെ ശരി. ഞാൻ അവളെ ഒന്ന് മര്യാദ പഠിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മണിയൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ മണിയന്റെ വർത്തമാനം കേട്ട മായ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കാൻ വന്നാൽ ഞാൻ തിളച്ച വെള്ളമെടുത്ത് മുഖത്തൊഴിക്കുമെന്ന് മണിയനോട് പറയും. അതോടെ പേടിച്ചു പോകുന്ന മണിയൻ മോഹന്റെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്നു. അവൾക്കൊരു പണി കൊടുക്കാമെന്ന് കരുതി. അവൾ ഭയങ്കര അഹങ്കാരിയാണ്. നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവളെ വേണ്ട, പറഞ്ഞു വിട്ടേക്കാൻ മണിയൻ മോഹനോട് പറയും. എന്നാൽ അതിനോടകം തന്നെ മോഹനും മായയുടെ ജോലികളും ഭക്ഷണവും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവളെ പറഞ്ഞു വിടാൻ തയ്യാറാകുന്നില്ല. ഇത് കാണുന്ന മണിയന് ദേഷ്യം വരും. എങ്കിലും അവിടെ നിന്ന് ചോറും വാരി കഴിച്ച് മണിയൻ ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മായ അടുക്കളയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മായയുടെ അടുത്തേക്ക് വന്ന് 2 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ബുദ്ധിമുട്ടായല്ലേ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ സുഖമില്ലാത്ത പാവമൊരു അച്ഛനും പിന്നെ ഒരു ബോറിനും മാത്രമുള്ള വീടാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ജോലിക്ക് വന്നത്, അതുകൊണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ടെന്ന് മായ തിരിച്ചു ചോദിക്കും. ചോദിക്കണ്ടായിരുന്നുവെന്ന് മോഹനും തോന്നുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്നും പോകും. അടുത്ത സീനിൽ മായ തന്റെ കാമുകന്റെ ഫോട്ടോ കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കും. അടിപൊളിയാണല്ലോ, എന്നാ പുള്ളി വരുന്നത്, ഉടനെ കല്യാണം കാണുമോ എന്നൊക്കെ ജിഷ ചോദിക്കുമ്പോൾ പുള്ളി അടുത്ത ആഴ്ച വരും, കഴിഞ്ഞ തവണ വന്ന് കണ്ടുപോയതല്ലേ, ഇത്തവണ ഉറപ്പിക്കുമായിരിക്കുമെന്നൊക്കെ മായ പറയുന്നു. കല്യാണം കഴിയുന്നതോടെ നിന്നെയും പുള്ളി ഗൾഫിൽ കൊണ്ടുപോകുമായിരിക്കും, അതോടെ നിന്റെ കഷ്ടപ്പാടൊക്കെ മാറുമല്ലോ എന്ന് ജിഷയും പറയും. ബിജേഷ് വരുമ്പോൾ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഒരു കൂട്ടുകാരനുമുണ്ടാവും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്, നീ കൂടെ വരണമെന്ന് മായ ജിഷയോട് പറയുന്നു. ബിജേഷിനെ ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന് കരുതി ജിഷയും അതിന് സമ്മതിക്കും. അടുത്ത ദിവസം ഉമ്മറത്ത് നിന്ന് മോഹൻ സ്വന്തമായി എഴുതിയ ഒരു കവിത കുറുക്കൻ ഓരിയിടും പോലെ പാടുന്നു. ഇത് കേട്ട് അടുക്കളയിൽ നിൽക്കുന്ന മായയ്ക്ക് ദേഷ്യം വരും. അവൾ ഉമ്മറത്തേക്ക് വന്ന് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നാൽ ഞാൻ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൾ പോകുന്നു. അടുക്കളയിലേക്ക് വരുന്ന മോഹൻ അച്ഛന് പഴയ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ആണെങ്കിൽ കറണ്ടുമില്ല, റേഡിയോ ഇടാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ പാടിയതെന്നൊക്കെ മോഹൻ പറയും. ഇത് കേട്ട് മായ അച്ഛന് ശരിക്കും എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നു. മോഹൻ അച്ഛൻ്റെ കഥ പറയാനും തുടങ്ങും. പ്രേം നസീറിൻ്റെ ആരാധകനായിരുന്നു അച്ഛൻ. ഏത് പടം ഇറങ്ങിയാലും അന്ന് തന്നെ കാണണമെന്ന് അച്ഛന് നിർബന്ധമാണ്. അമ്മയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും ഒരു ദിവസം അമ്മയെയും കൂട്ടി അച്ഛൻ സിനിമയ്ക്ക് പോകുന്നു. തിയേറ്ററിൽ എത്തുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു ആക്സിഡന്റിൽ അമ്മ മരിക്കും. മരണത്തിന് ശേഷം 1-2 ദിവസം അച്ഛൻ ഒന്നും മിണ്ടാതെയാകുന്നു. അത് അമ്മയുടെ മരണം നേരിൽ കണ്ട ഷോക്കിലാകുമെന്ന് എല്ലാവരും കരുതുന്നുവെങ്കിലും 2 ദിവസം കഴിഞ്ഞ് അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴാണ് അച്ഛൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും പോയെന്ന് ഡോക്ടർ പറയുന്നത്. പിന്നെ ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ റോഡിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കും. കവലയിലൊക്കെ ചെന്ന് നിൽക്കുന്നത് കണ്ട് അറിയാവുന്നവർ വിളിച്ചു പറയാൻ തുടങ്ങുന്നു. മോഹൻ ജോലിക്ക് പോയാലും ഇത് തന്നെ അവസ്ഥ. അതോടുകൂടി ജോലിക്ക് പോകാനുള്ള മോഹന്റെ ആത്മവിശ്വാസം തന്നെ നഷ്ടമാകുന്നു. അങ്ങനെയാണ് മോഹൻ ജോലി നിർത്തി വീട്ടിൽ അച്ഛനെ നോക്കി ഇരിപ്പായത്. അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛൻ ചിരിച്ചോ കരഞ്ഞോ കണ്ടിട്ടില്ലെന്നും മോഹൻ പറയും. അച്ഛനൊന്ന് സന്തോഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഉറക്കെ പാടുന്നതെന്നൊക്കെ പറഞ്ഞ് മോഹൻ വല്ലാതെ ഇമോഷണൽ ആകുന്നു.
മോഹന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോഴാണ് മായയ്ക്കും തിരിച്ചറിവ് വരുന്നത്. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് സാരിയുമായിട്ടാണ് മായ വീട്ടിൽ വരുന്നത്. അമ്മയുടെ സന്തോഷം കാണുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഏതായാലും നാട്ടിലേക്ക് വരുന്ന ബിജീഷും കൂട്ടുകാരനും മായയെ കാണാനായി വരുന്നു. ബിജീഷ് കൂട്ടുകാരനെയും മായ ജിഷയെയും പരസ്പരം പരിചയപ്പെടുത്തുന്നു. വന്ന അന്നേരം മുതൽ കൂട്ടുകാരന് മായയെ ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിലുള്ള ഒരു ഇരിപ്പാണ്. തനിക്ക് വളരെ മോഡേൺ ചിന്താഗതിയാണെന്നും മായയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ താൻ ഇടപെടില്ലെന്നും തൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞാൽ ദുബായിലേക്ക് വരാൻ സമ്മതമല്ലേ എന്നുമൊക്കെ വിജേഷ് മായയോട് ചോദിക്കുന്നു. ആകെ പരിഭ്രമിച്ചിരിക്കുന്ന മായ എല്ലാം സമ്മതിക്കുന്നു. അത്രയും പറഞ്ഞിട്ട് ബിജേഷും കൂട്ടുകാരനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിറ്റേന്ന് മായ മോഹന്റെ വീട്ടിലേക്ക് ജോലിക്കായി പതിവ് പോലെ വരുന്നു. റേഡിയോയിൽ പഴയ പാട്ട് പതിവ് പോലെ കേൾക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞ് മായ ആ പാട്ട് മാറ്റുന്നു. ഈ വിരഹഗാനമൊക്കെ മാറ്റി നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് മായ പറയുമ്പോൾ മോഹന് ആദ്യം അത് ചമ്മലാണ്. എങ്കിലും മൊബൈലിലൊരു പാട്ടൊക്കെ ഇട്ട് മായ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അച്ഛനും ഇതൊക്കെ സന്തോഷത്തോടെ കണ്ടിരിക്കുന്നു. ഇടയ്ക്ക് മോഹനും മായയോടൊപ്പം സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ഡാൻസ് കളിക്കുന്നതിനിടെ മോഹന്റെ മുണ്ട് അഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ മോഹനും മായയും ഉറക്കെ പൊട്ടിച്ചിരിക്കും. ഇത് കണ്ട് അച്ഛനും അവരോടൊപ്പം പൊട്ടിച്ചിരിക്കുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം അന്ന് ആദ്യമായിട്ടാണ് അച്ഛൻ ചിരിക്കുന്നത് മോഹൻ കാണുന്നത്. അതോടെ മോഹനും സന്തോഷം കാരണം കരഞ്ഞു പോകുന്നു. പിറ്റേന്ന് മായ ജോലിക്ക് വരുമ്പോൾ പതിവ് പോലെ മോഹൻ മുറ്റത്തിരുന്ന് വണ്ടി തുടയ്ക്കുകയാണ്. ഈ വണ്ടി കഴുകി തുടച്ചു വെക്കുന്നതല്ലാതെ ഓടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, അതെന്താണെന്ന് മായ ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഓടിക്കാറില്ല, അച്ഛൻ്റെ വണ്ടിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം തുടങ്ങിയതും എൻ്റെ സ്കൂൾ ജീവിതം തുടങ്ങിയതും എല്ലാം ഈ വണ്ടിയിൽ നിന്നാണ്. അമ്മയുടെ മരണത്തിന് ശേഷം വണ്ടി എടുത്തിട്ടില്ലെന്ന് മോഹൻ പറയുന്നു. ശേഷം അച്ഛൻ ചിരിച്ചതിന് മോഹൻ മായയോട് താങ്ക്സ് പറയും. തന്റെ കല്യാണം വീട്ടുകാര് ഉറപ്പിച്ചതായി മായയും മോഹനോട് പറയുന്നു. ശേഷം അച്ഛനെ ഒന്ന് നോക്കിയേക്കണമെന്ന് പറഞ്ഞ് മോഹൻ പോസ്റ്റ് ഓഫീസിലേക്ക് ഇറങ്ങുന്നു. വേറൊന്നിനുമല്ല, തന്റെ കവിത പോസ്റ്റ് ചെയ്യാൻ. പോകും വഴി മോഹൻ മണിയനെ കാണും. നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ പെണ്ണു കാണാൻ നാളെ നമുക്ക് പോകണമെന്ന് മണിയൻ മോഹനോട് പറയും. എന്നാ കവിത നാളെ പെണ്ണു കാണാൻ പോകുമ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മോഹനും തിരികെ വീട്ടിലേക്ക് പോകുന്നു. മിറ്റം തൂക്കുകയായിരുന്ന മായ മോഹൻ വീട്ടിലേക്ക് തിരികെ വരുന്നത് കണ്ട് കവിത പോസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. നാളെ ഒരു പെണ്ണു കാണലുണ്ട്, അപ്പൊ പോസ്റ്റ് ചെയ്യാമെന്ന് മോഹനും പറയും. എന്താ പെണ്ണ് കെട്ടാൻ ഇത്രയും താമസിച്ചെന്ന് മായ ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ആഗ്രഹത്തിനൊത്ത ഒരു പെണ്ണിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അച്ഛന് സുഖമില്ലാതായതുകൊണ്ടും പെൺവീട്ടുകാർക്ക് ഞാനൊരു പഴഞ്ചനാണെന്ന് തോന്നുന്നതുകൊണ്ടുമൊക്കെയാണ് കല്യാണം വൈകുന്നതെന്ന് മോഹൻ പറയും. അന്ന് രാത്രി അച്ഛൻ ആലോചിച്ചിരിക്കുന്നത് കണ്ട് മായ വന്ന് അച്ഛനോട് സംസാരിക്കുന്നു. മായയുടെ കല്യാണത്തിന്റെ ചിലവിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അച്ഛൻ. അവര് സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ അടുത്ത ആഴ്ച ചിട്ടിക്കാശ് കിട്ടുമല്ലോ, അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് അച്ഛനെ അവൾ സമാധാനിപ്പിക്കുന്നു. പിറ്റേന്ന് പതിവ് പോലെ മായ ജോലിക്കെത്തുമ്പോൾ മണിയൻ പൂമുഖത്തിരിക്കുന്നുണ്ട്. മോഹനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് മണിയൻ. മായ ഒരു ജോഡി ഡ്രസ്സ് മോഹനു വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇഷ്ടം എന്നൊക്കെ അവൾ പറയും. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മോഹൻ നല്ല സുന്ദരനായി പെണ്ണ് കാണാനായി ഇറങ്ങും. റൂമിലേക്ക് വരുന്ന മായ പോസ്റ്റ് ചെയ്യാനുള്ള കവിത ടേബിളിലിരിക്കുന്നത് കാണുന്നു. പെണ്ണൊക്കെ കണ്ട് വീട്ടിലേക്ക് വരുന്ന മോഹൻ കാണുന്നത് അച്ഛൻ്റെ നീട്ടി വളർത്തിയ താടിയൊക്കെ വെട്ടി വൃത്തിയായി നല്ല സുന്ദരനായിട്ടിരിക്കുന്ന അച്ഛനെയാണ്. മായയാണ് അതൊക്കെ ചെയ്തതെന്ന് അറിയുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാകും. ചിട്ടിക്കാശ് വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് അന്ന് ഇച്ചിരി നേരത്തെ മായ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഒരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നു മായയുടെ ചിട്ടി. അങ്ങനെ ആ കാശ് വാങ്ങി മായ വീട്ടിലേക്ക് പോകും. പിറ്റേന്ന് മോഹന്റെ വീട്ടിൽ വീട്ടുജോലികൾ ചെയ്തിരിക്കെ മായ മോഹന്റെ കവിത പാടുന്നു. അത് മോഹന് ഒത്തിരി ഇഷ്ടമാകും. ആ പാട്ടിന് അത്ര ഭംഗിയുണ്ടെന്ന് അപ്പോഴാണ് മോഹനും മനസ്സിലാകുന്നത്. പിറ്റേ ദിവസം മായ ജോലിക്ക് വരുന്നതും കാത്ത് മോഹൻ ഇരിക്കുമെങ്കിലും മായ വരുന്നില്ല. മായ വരാത്തത് കൊണ്ട് തന്നെ അവളെ മോഹന് വല്ലാതെ മിസ്സാകുന്നു. അടുത്ത സീനിൽ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വരുന്ന മോഹനെയാണ് കാണിക്കുന്നത്. മായയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. മായയുടെ കല്യാണകാര്യവും മറ്റും ആലോചിച്ച് വയ്യാണ്ടായതാണ് അമ്മയ്ക്ക്. അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കി കുറച്ച് കാശും മായയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനൊക്കെ പറഞ്ഞ് മോഹൻ ആശുപത്രിയിൽ നിന്നും പോകും. അപ്പോഴേക്കും ബിജേഷ് മായയെ വിളിക്കുന്നു. തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ മായ അമ്മ ഹോസ്പിറ്റലിലാണ് എന്ന് പറയും. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അമ്മയുടെ ഒരു വിശേഷം പോലും തിരക്കാതെ അയാൾ ഫോൺ കട്ട് ചെയ്യും. മായയ്ക്ക് അതല്പം സങ്കടമാകുന്നു. മായ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും അച്ഛനും അനിയനും ഹോസ്പിറ്റലിലേക്ക് വരും. മോഹൻ വന്ന കാര്യം മായ പറയുമ്പോൾ അവർ കുഴപ്പക്കാരാണോ എന്ന് അച്ഛൻ മായയോട് ചോദിക്കുന്നു. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യരാണ് അവരെന്ന് മായയും അച്ഛനോട് പറയുന്നു. രാത്രിയിലും മോഹൻ
മായയെ വിളിച്ച് അമ്മയുടെ കാര്യങ്ങൾ തിരക്കുകയും ഇനി എന്നാ വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. അമ്മ ഡിസ്ചാർജ് ആയിട്ട് വരാമെന്ന് മായയും പറയുന്നു. ശേഷം രണ്ടുപേരുടെയും മനസ്സിൽ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടാകുന്നു. മോഹന് മായയോട് മനസ്സിലൊരു ഇഷ്ടം തോന്നിയിരുന്നു. പിറ്റേന്ന് ആ ഇഷ്ടത്തെക്കുറിച്ച് മണിയനോട് മോഹൻ സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന മണിയൻ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടുകാരാണ് അവര്. ദുബായിക്കാരനുമായി അവളുടെ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ ആ കുടുംബം തന്നെ രക്ഷപ്പെടുമെന്നൊക്കെ മണിയൻ മോഹനോട് പറയും. അതോടെ മോഹന്റെ മനസ്സിൽ മായയോട് തോന്നിയ ഇഷ്ടം വേണ്ടെന്ന് മോഹനും കരുതുന്നു. അടുത്ത ദിവസം ജിഷയും അച്ഛനും മായയുടെ വീട്ടിലേക്ക് വരും. മായയുടെ അമ്മയുടെ അസുഖകാര്യങ്ങൾ തിരക്കാനും പിന്നെ ജിഷയുടെ കല്യാണം ഉറപ്പിച്ച വിവരം പറയാനും വന്നതായിരുന്നു അവര്. വീട്ടുകാർ അതിനെപ്പറ്റി സംസാരിച്ചു നിൽക്കുമ്പോൾ മായയും ജിഷയും സംസാരിച്ച് പറമ്പിലേക്ക് ഇറങ്ങുന്നു. ബിജേഷിന്റെ കാര്യത്തിൽ തനിക്കൊരു ഉറപ്പില്ലെന്നും നാളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ത്രീധന കാര്യത്തിനാണോ എന്ന് ടെൻഷനുണ്ടെന്നൊക്കെ മായ ജിഷയോട് പറയുന്നു. അവർ നല്ല കാശുകാരാണെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ജിഷയും മായയെ സമാധാനിപ്പിക്കും. പിറ്റേന്ന് മായയും ബിജേഷും ഒരു ഹോട്ടലിൽ വെച്ച് കാണുന്നു. 3 വർഷമായി ഞാനൊരാളുമായി റിലേഷൻഷിപ്പിലാണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിക്കുന്നതെന്നും പറഞ്ഞ് ബിജേഷ് ഒരു ഫോട്ടോ മായയെ കാണിക്കുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. അന്ന് മായയെ കാണാൻ വന്നപ്പോൾ കൂടെ വന്ന കൂട്ടുകാരനായിരുന്നു കക്ഷി. അതായത് ബിജേഷ് ഒരു ഗേ ആയിരുന്നു. 3 വർഷമായി അവർ ഒരുമിച്ചാണ് ദുബായിൽ താമസിച്ചു കൊണ്ടിരുന്നത്. ഇത് കേൾക്കുന്നതോടെ മായയ്ക്ക് ഒരുപാട് സന്തോഷമാകും. തലയിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞ പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാം ഓക്കെ ആകുന്നതോടെ മായ വീണ്ടും മോഹന്റെ വീട്ടിലേക്ക് ജോലിക്കായി വരുന്നു. മായ തന്റെ കല്യാണം മുടങ്ങിയ കാര്യം മോഹനോട് പറയുന്നു. പുറമെ കാണിക്കുന്നില്ലെങ്കിലും മോഹനും അത് സന്തോഷമുണ്ടാക്കും. നാളെ ജിഷയുടെ കല്യാണ നിശ്ചയമാണ്. ചേട്ടനെ അവൾക്കൊന്ന് പരിചയപ്പെടുത്തണം. നാളെ നമുക്ക് ഒരുമിച്ച് ജിഷയുടെ നിശ്ചയത്തിന് പോകണമെന്ന് മായ പറയുമ്പോൾ മോഹനും അത് സമ്മതിക്കുന്നു. മണിയനോട് ഈ കാര്യം പറയുമ്പോൾ ഇത് നിന്റെ ഇഷ്ടം പറയാൻ പറ്റിയ അവസരമാണ്. നിങ്ങൾ മാത്രമുള്ള അവസരത്തിൽ അവളോട് നിന്റെ ഇഷ്ടം പറയണമെന്നൊക്കെ മണിയനും മോഹനോട് പറയുന്നു. അപ്പോഴേക്കും മണിയന്റെ അളിയൻ മണിയനെ വീഡിയോ കോൾ ചെയ്യുന്നു. അളിയന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുമുണ്ടായിരുന്നു. അളിയനും മണിയനും മോഹനുമൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. അങ്ങനെ മണിയന്റെ അളിയനെ കാണുമ്പോഴാണ് മോഹന് തന്റെ പ്രായത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. മായ തീരെ ചെറുപ്പമാണ്. എന്റെ പ്രായത്തിലുള്ള ആളെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ടുകൂടി കാണില്ല. അതുകൊണ്ട് എന്റെ ഇഷ്ടം ഞാൻ പറയുന്നില്ല എന്ന് മോഹൻ മണിയനോട് പറയുന്നു. അടുത്ത സീനിൽ ജിഷയുടെ വീടാണ് കാണിക്കുന്നത്. മായ അവിടേക്ക് വരുന്നു. ബിജേഷിന്റെ കാര്യത്തിൽ വിഷമമുണ്ടോ എന്ന് ജിഷ ചോദിക്കുമ്പോൾ എനിക്ക് ആ സന്തോഷമേ ഉള്ളെന്നാണ് മായ പറയുന്നത്. ജിഷയുടെ ആഗ്രഹം പണവും പദവിയുമുള്ള ഒരാളെ കെട്ടണമെന്നായിരുന്നു. അതുകൊണ്ടാണല്ലോ മോഹനെ അവൾക്ക് ഇഷ്ടമാകാഞ്ഞത്. അങ്ങനെ ഒരാളെ കിട്ടാൻ എളുപ്പമാ, പക്ഷെ നല്ല മനസ്സുള്ള ഒരാളെ കിട്ടാൻ ഇത്തിരി പാടാണെന്ന് മായ ജിഷയോട് പറയുന്നു. ശേഷം ജിഷയെ മോഹന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. മോഹനെ കാണുന്നതോടെ ജിഷ ഞെട്ടും. മോഹനും നല്ല ചമ്മലുണ്ടായിരുന്നു. അവരുടെ പെണ്ണുകാണലിന്റെ കാര്യമൊക്കെ മായയ്ക്കും അറിയാമായിരുന്നു. നീണ്ട കടുകട്ടി മലയാളത്തിൽ സാഹിത്യമൊക്കെ ചാലിച്ച് ജിഷയ്ക്കൊരു വിവാഹാശംസയൊക്കെ പറഞ്ഞ് മോഹനും മായയും അവിടുന്ന് പോരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം അപ്പോഴേക്കും മായയ്ക്കും മോഹനും പറയാതെ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ഒരുമിച്ച് റോഡിലൂടെ നടക്കും. നിശ്ചയം നടക്കുന്ന ഹാളിലേക്കാണ് അവർ പോകേണ്ടിയിരുന്നത്. നമ്മുടെ വണ്ടി എവിടെയെന്ന് മായ ചോദിക്കുമ്പോൾ മോഹൻ അത് കാണിച്ചു കൊടുക്കുന്നു. മോഹൻ വന്നത് അച്ഛൻ്റെ സ്കൂട്ടറിലായിരുന്നു. ശരിക്കും അതൊരു പ്രൊപ്പോസലായിരുന്നു. മോഹന്റെ അച്ഛൻ്റെയും അമ്മയുടെയും യാത്ര തുടങ്ങിയത് ആ സ്കൂട്ടറിലായിരുന്നു. അതുപോലെ മോഹനും മായയും ഒരുമിച്ച് സന്തോഷത്തോടെ ആ സ്കൂട്ടറിൽ പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അവരൊരുമിച്ച് പോകുന്നത് വഴിവക്കിലിരിക്കുന്ന മണിയനും കാണുന്നുണ്ട്. മണിയനും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിതയാത്ര തുടങ്ങിയതുപോലെ മോഹനും മായയും അവരൊരുമിച്ചുള്ള യാത്ര തുടങ്ങുന്നതായി കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.